ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിലെ 9 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 10-ാമത്തെ ശ്ലോകം നോക്കാം. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസ്സത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തഥാ. ഭാരത, ഹേ ഭരതവംശജനായ അർജുന, രജഃ രജസ്സിനെയും തമശ്ച തമസ്സിനെയും അഭിഭൂയ കീഴടക്കി സത്വം സത്വഗുണം ഭവതി ശക്തമാകുന്നു. രജഃ രജസ് സത്വം തമശ്ച ഏവ സത്വ തമസ്സുകളെയും തഥാ അതുപോലെ തമഃ തമസ് സത്വം രജഃ സത്വരജസ്സുകളെയും കീഴടക്കി ശക്തമാകുന്നു. അല്ലയോ അർജുന, രജസ്സിനെയും തമസ്സിനെയും കീഴടക്കി സത്വഗുണം ശക്തമാകുന്നു. അതുപോലെ രജസ് സത്വ തമോ ഗുണങ്ങളെയും കീഴടക്കി ശക്തമാകുന്നു. അതുപോലെ തന്നെ തമോ ഗുണം സത്വ രജസ്സുകളെയും കീഴടക്കി ശക്തമാകുന്നു. സൃഷ്ടിയിൽ ത്രിഗുണങ്ങൾ ഒരിക്കലും തുല്യാവസ്ഥയിലായിരിക്കുകയില്ല. എല്ലാ പ്രകൃതിജാലങ്ങളിലും ഈ 3 ഗുണവിശേഷങ്ങൾ ഏറ്റക്കുറച്ചിലൂടെ ഉണ്ടായിരിക്കും. അതൊരിക്കലും തുല്യാവസ്ഥയിലായിരിക്കില്ല. മൂലപ്രകൃതിയിൽ മാത്രമാണ് ത്രിഗുണങ്ങൾ തുല്യാവസ്ഥയിൽ ഉണ്ടാവുകയുള്ളൂ. ഗുണങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ചാണ് വൈവിധ്യമാർന്ന സൃഷ്ടികൾ രൂപം കൊള്ളുന്നത്. ചിലവ സത്വഗുണപ്രധാനമായിരിക്കും, സാത്വികഗുണമായിരിക്കും അവയിൽ സത്വഗുണം മറ്റ് 2 ഗുണങ്ങളെക്കാൾ ശക്തമായിരിക്കും. എങ്കിലും 3 ഗുണങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവ സത്വഗുണത്തിന് കീഴ്പ്പെട്ടിരിക്കും എന്ന് മാത്രം. രജോ ഗുണപ്രധാനമായവയിൽ മറ്റ് 2 ഗുണങ്ങൾ രജോ ഗുണത്തിന് കീഴ്പ്പെട്ടിരിക്കും. അതുപോലെ തമോ ഗുണം ശക്തമായ സൃഷ്ടികളിൽ സത്വരജ ഗുണങ്ങൾ ദുർബലമായിരിക്കും. പ്രളയകാലത്ത്, അതായത് ഭൗതിക പ്രപഞ്ചം മൂലപ്രകൃതിയിൽ വിലയം പ്രാപിക്കുന്ന ആ കാലത്ത് ജീവജാലങ്ങളിൽ ഈ ത്രിഗുണങ്ങൾ തുല്യശക്തിയിൽ വരികയും അവ മൂലപ്രകൃതിയിൽ ലയിക്കുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയിലും ഈ ത്രിഗുണങ്ങൾ തമ്മിൽ നിരന്തര മത്സരത്തിലാണ്. ഈ 3 ഗുണങ്ങൾ എല്ലാവരിലുമുണ്ട്. അവ തമ്മിൽ ആന്തരികമായ ഒരു മത്സരത്തിലാണ് എപ്പോഴും. അതിലേത് ഗുണം വിജയിക്കുന്നുവോ അതിനനുസൃതമായിരിക്കും ആ വ്യക്തിയുടെ സ്വഭാവവും കർമ്മങ്ങളും. ജീവാത്മാവ് ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ചെങ്കിൽ മാത്രമേ ഗുണരഹിത ഭാവത്തിലെത്തി മുക്തിയെ പ്രാപിക്കൂ. ഈ ത്രിഗുണങ്ങളിൽ ഓരോന്നിനെയും പോഷിപ്പിക്കുവാനും മറ്റുള്ളവയെ കീഴടക്കുവാനും മനുഷ്യന് കഴിയും. ദൃഢനിശ്ചയത്തോടെ സത്വഗുണത്തെ പോഷിപ്പിക്കുകയും രജോ തമോ ഗുണങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ക്രമേണ മുക്തിയിലേക്ക് മുന്നേറുവാൻ സാധിക്കൂ. രജോ ഗുണവും തമോ ഗുണവും സ്വാഭാവികമായി തന്നെ പ്രത്യേക ശ്രമമൊന്നും കൂടാതെ തന്നെ പോഷിപ്പിക്കപ്പെടും. അഥവാ ചഞ്ചലമായ ചിത്തത്തെ ഈ ഗുണങ്ങൾ അവയിലേക്ക് ആകർഷിക്കും. എന്നാൽ ദൃഢചിത്തർക്ക് മാത്രമേ ആ പ്രലോഭനങ്ങളെ അതിജീവിച്ച് സത്വഗുണത്തെ പരിപോഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാ
ജീവജാലങ്ങളിലും ഈ 3 ഗുണങ്ങൾ ഏറ്റക്കുറച്ചിലൂടെ ഉണ്ടായിരിക്കും. ഓരോ ഗുണവും മറ്റു ഗുണങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടുമിരിക്കും. അതിൽ തമോ ഗുണവും രജോ ഗുണവും പെട്ടെന്ന് ഈ ജീവജാലങ്ങളുടെ ചിത്തത്തെ, പ്രത്യേകിച്ച് മനുഷ്യരുടെ ചിത്തത്തെ ആകർഷിക്കും. എന്നാൽ സത്വഗുണമാകട്ടെ ജീവാത്മാവിൻ്റെ പരിശ്രമത്തിലൂടെ മാത്രമേ സത്വഗുണത്തെ മറ്റ് ഗുണങ്ങൾക്ക് മേൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.